ഒരുപാട് സ്പെക്കുലേഷൻസ് തള്ളിക്കൊണ്ടാണ്, അതായത് പാകിസ്ഥാൻ്റെ പല അവകാശവാദങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ വ്യക്തമായൊരു മറുപടിയാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് ഇമേജുകൾ ആക്രമണത്തിന് മുൻപുണ്ടായിരുന്നത്, അതിനുശേഷം തുടങ്ങി കൃത്യമായ ഡേറ്റ അവതരിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെയും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെയും വായടപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഒരു വിവരണമാണ്, ഒരു ഡീബ്രീഫാണെന്ന് സൈന്യം നൽകിയത്. അതെ, പക്ഷേ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വളരെ വിശദമായിട്ട് സംസാരിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ആദ്യത്തെ ദിവസം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയങ്ങളൊക്കെ ഉറവിടം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംശയങ്ങളുണ്ടായി? അങ്ങനെ സംശയങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് നമ്മുടെ പല മാധ്യമങ്ങളുടെയും അനവസരത്തിനുണ്ടായിരുന്ന എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രമുഖ മാധ്യമം, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം, അതിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത ഞാൻ കുറച്ചു മുമ്പ് കേൾക്കുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഒരു മിസൈൽ പ്രകാശത്തിൻ്റെ 3.5 ഇരട്ടി വേഗതയിലാണ് പാകിസ്ഥാനിലേക്ക് പോയത് എന്നാണ്. ഇത്തരം വാർത്തകൾ നിരന്തരം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത്തരം വാർത്തകളാണ് നിരന്തരം കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം, പ്രകാശത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ ഒരു മിസൈൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്ന്. ഇവർ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ലാഹോർ പിടിച്ചെടുത്തു, ഇന്ത്യ കറാച്ചി പോർട്ട് ആക്രമിച്ചു. ഇത്തരം വാർത്തകൾ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത് പുറത്തേക്ക് വിടുകയാണ്. അതായത് കേൾക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ എന്താണോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ പാക് അധീന കാശ്മീർ കൈയടക്കാൻ പോകുന്നു, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ കൊടുക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് തുടങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെ കൃത്യമായി എല്ലായിടത്തും സൈന്യം, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ ഡീബ്രീഫ്, ഇവിടങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിൽ നമ്മുടെ 24 ഹിന്ദു ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന, ഹിന്ദു ടൂറിസ്റ്റുകളെന്ന് പറയാൻ കാരണം അതിലൊരു നേപ്പാളി ടൂറിസ്റ്റ് കൂടിയുണ്ട്. നമുക്ക് ഇന്ത്യൻ പൗരന്മാർ എന്നിവരെ വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആകെപ്പെട്ടെന്ന് 24 ഹിന്ദുക്കളെന്നാണ്. 24 ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നതിന് പകരമായിട്ട് നമ്മുടെ 26 അതെ, നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയായിരുന്നല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കം മുതൽ കൃത്യമായി സൈന്യവും വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറയുന്ന കാര്യമുണ്ട്. നമ്മൾ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും ഉള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിക്കുകയും ജനങ്ങൾക്കോ പാകിസ്ഥാൻ മിലിറ്ററിക്കോ മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങൾ ഏൽപ്പിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കൃത്യമായിട്ട് അതിൽ പറയുന്ന പ്രകാരം സൈന്യം ഇന്ന് കാണിക്കുകയുണ്ടായി. പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി പിൻ പോയിൻറ്റ് പ്രിസിഷൻ, ഏത് കെട്ടിടങ്ങൾ ആക്രമിക്കണം, എവിടെ ബോംബിടണം, അല്ലെങ്കിൽ എവിടെ ആക്രമണം നടത്തണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെ ആക്രമിച്ച പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ നടന്നത്.